ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ കുറച്ച് മിഠായി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 2 രൂപയുടെ ജെല്ല് മിഠായിയാണ്. അപ്പോൾ നമ്മൾ ഈ ജെല്ല് മിഠായി കഴിച്ചിട്ട് നമുക്ക് ബാക്കിയായി കിട്ടുന്ന അതിൻ്റെ മോൾഡ് ഉണ്ടല്ലോ, ആ മോൾഡ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു അടിപൊളി ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്രാഫ്റ്റ് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാം, നമുക്ക് നല്ലൊരു ഷോ പീസായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ 2 മോൾഡ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ചുറ്റിനുള്ള പ്ലാസ്റ്റിക് കവറൊക്കെ നമ്മൾ എടുത്ത് മാറ്റണം കേട്ടോ. ഈ മോൾഡുകൾ രണ്ടും നമുക്കൊന്ന് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗണ്ണ് ഇല്ലെങ്കിൽ ഏതെങ്കിലും നന്നായിട്ട് ഒട്ടി പിടിക്കുന്ന ഒരു പശയിൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ അതിന് ചുറ്റിനും നടുക്ക് ഗ്ലൂ ഗണ്ണ് ആവാതെ അതിൻ്റെ ചുറ്റിന് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതിങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താൽ അതവിടെ ഒട്ടിപ്പിടിച്ചിരുന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ലൈറ്ററും ഒരു തുന്നുന്ന സൂചി ഉണ്ടല്ലോ, ആ സൂചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പപ്പടക്കോൽ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. എൻ്റെ കയ്യിൽ പപ്പടക്കോൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ സൂചി ഇതേപോലെ ഒന്ന് അതിൻ്റെ അറ്റം ചൂടാക്കിയിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു ഹോളാണ് നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ഞാനത് വെച്ചിട്ട് കുറച്ചധികം വലിയ ഹോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ 2 കാർഡ്ബോർഡിൻ്റെ പീസിൽ ഞാൻ റെഡ് മെറ്റാലിക് പെയിൻറ്റ് വെച്ചിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതിൻ്റെ ചുറ്റോറൊന്ന് ഗ്ലൂ ആക്കിയിട്ട് ആ കാർഡ്ബോർഡിൻ്റെ പീസ് നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒത്തിരി ക്രാഫ്റ്റ്സ് വീഡിയോസും ഡ്രോയിങ് വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഗ്ലിറ്റർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുവരെ ചെയ്തപ്പോൾ ഇത് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ. അപ്പോൾ ഞാനിതുപോലെ 3 കോട്ടൺ ബഡ്സിൽ ഇതേപോലെ തന്നെ മെറ്റാലിക് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ട് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബഡ്സിൻ്റെ കോട്ടൺ വരുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെ നമ്മൾ ഈ 3 ഇയർബഡ്സ് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ സൂചി വെച്ചിട്ട് ചൂടാക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ മുതിർന്നവരുടെ സഹായം നിങ്ങൾ തേടണം കേട്ടോ. അപ്പോൾ അത് ചെറിയ കുട്ടികൾ ചെയ്യുമ്പോൾ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വലിയവരൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ 3 സൈഡിലായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 3 കോട്ടൺ ബഡ്സ് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാർഡ്ബോർഡിൻ്റെ പീസ് ഇതിൻ്റെ മേലായിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മളൊരു മണൽ ഘടികാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പണ്ട് കാലത്ത് നമ്മൾ സമയം അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമായിരുന്നു ഈ മണൽ ഘടികാരം. Hourglass, അതേപോലെ തന്നെ sandclock, അങ്ങനെ പല പേരിൽ ഇത് അറിയപ്പെടുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു ആൻറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു മെറ്റാലിക് കളർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിലെ കാണാൻ. നമുക്ക് വെറും 2 രൂപയുടെ ഒരു ജെല്ലി മിഠായിയുടെ മോൾഡ് കൊണ്ട് ഒരു 250 രൂപ വില മതിക്കുന്ന നല്ല അടിപൊളി ഷോ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി സാൻഡ് ക്ലോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഫ്രണ്ട്സിനോ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗിഫ്റ്റിംഗ് ആയിട്ടാണ്. അപ്പോൾ ഒന്നുകൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മോൾഡ് ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഒന്നുകൂടി കാണാനായിട്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഡോട്ടൊക്കെ ഉള്ള ഒരു മോൾഡാണ് കിട്ടിയത്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ കിടുക്കാച്ചി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. താങ്ക്